കുട്ടികൾ വെടിവെച്ചു കൊന്നത്, ജിന്നിറക്കൽ ചികിത്സക്കാൻ ഉണ്ടാക്കി നടക്കുന്നത് തലശ്ശേരിയും അതുപോലെ തന്നെ കാസർഗോഡും തിരൂരും എറണാകുളവും പെരിന്തൽമണ്ണയും ഇതുപോലുള്ള സ്ഥലങ്ങളും ഇതൊക്കെ തന്നെ ഐഡന്റിഫൈ ചെയ്യപ്പെട്ടതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടത്തേക്കാണ് ഈ സമുദായത്തിലെ രോഗികളെ കൊണ്ടുപോയി മന്ത്രവാദം നടത്തുന്നതെങ്കിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ ആദർശബോധമുള്ള ആളുകൾ മരിച്ചു തീരുന്നതുവരെ അതിന് അനുവദിക്കില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ഈ പ്രസ്ഥാനം പ്രതിജ്ഞാബദ്ധമാണ്. എവിടുന്ന് അതുണ്ടായത്? ഈ ജാതിവാദം. അതാണ് സക്കരിയ തുറന്ന് സമ്മതിച്ചത്. ഇനി അഞ്ചാമത്തെ കാര്യം ജബ്ബാർ മൗലവിന്റേതാണ്. അത് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അത് തെറ്റാണ്. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്, കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയിപ്പിച്ചു. അതാണ് അബ്ദുൽ ജബ്ബാർ മൗലവി അൽ ഇസ്ലാഹിൽ ഹദീസിനെ പറ്റി പറഞ്ഞതല്ല. ജനറലാണെങ്കിൽ യോജിപ്പില്ല. ജബ്ബാർ മൗലവി ഈ ഹദീസിന്റെ യാഴ്പാടുള്ള എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അല്ല ഞാൻ ഇത് എഴുതിയത് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ന്യായീകരിക്കുന്നില്ല. അൽ-ഇസ്നാഹിൽ ഈ ലേഖനം വന്നതിന് ശേഷമാണ് ഞാൻ അതിന് കണ്ടത്. എത്ര കളവായത്! ജബ്ബാർ മൗലവിനെ ഇയാൾ ന്യായീകരിച്ച് പ്രസംഗിക്കുന്നു, ന്യായീകരിച്ച് എഴുതുന്നു. ഇതൊക്കെ നിങ്ങൾ വായിച്ചും കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ആറാമത്തത്, ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ജിന്നിന്റെ കഴിവിൽപ്പെട്ടതാണെങ്കിൽ ശിർക്കാണെന്ന KJU തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. അതിനുശേഷം അതിനെതിൽ എവിടെയും പ്രസംഗിച്ചിട്ടില്ല. ഇത്ര ഞങ്ങൾക്ക് മൊഴി അദ്ദേഹം എഴുതി തന്നു. കൂടുതൽ ഞാൻ വിശദീകരിച്ചാൽ സമയം നീണ്ടുകൊണ്ടാണ് ഞാൻ അവിടെ ചുരുക്കണത്. ഈ മൊഴി കിട്ടിയതിന് ശേഷം പിന്നെ ഞങ്ങൾ റിപ്പോർട്ട് പൂർത്തിയാക്കി. ബൃഹത്തായ റിപ്പോർട്ടാണ്. അതൊക്കെ നിങ്ങൾ വായിച്ച് കേൾക്കേണ്ടതാണ്. ഇനിയും സക്കരിയ സലാഹിക്ക് ഇത് ന്യായീകരിച്ച് നടക്കാനാണ് ഭാവമെങ്കിൽ തെളിവ് സഹിതമുള്ള ആ റിപ്പോർട്ട് ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന കാര്യം ആലോചിക്കുമെന്നേ ഇപ്പോൾ പറയുന്നുള്ളൂ. പൂർണ്ണമായി ആ റിപ്പോർട്ടുകൾ ഇപ്പോഴും ഞാൻ വായിക്കാൻ മുതിരുന്നില്ല. ഇത് കഴിഞ്ഞ് ഞങ്ങൾ റിപ്പോർട്ട് പൂർത്തിയാക്കി. KNMന്റെ ഭരണസമിതിയിൽ അത് അവതരിപ്പിച്ചു. ഭരണസമിതിയുടെ മുമ്പാകെ ഞങ്ങൾ ചെയ്തിട്ടുള്ള ശുപാർശ 4 കാര്യങ്ങളാണ്. അതിലൊന്ന്, സക്കരിയ സലാഹി ശിർക്കാന്ന് പറയും, പിന്നെ ശിർക്കല്ല എന്ന് പറയും, പിന്നെയും ശിർക്കാന്ന് പറയും, പിന്നെയും ശിർക്കല്ല എന്ന് പറയും. പാറ്റിപ്പറയലും തിരിച്ചിപ്പറയലും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ജിന്നിനോടുള്ള സഹായത്തേറ്റം ജിന്നിന്റെ കഴിവിൽപ്പെട്ടതാണെങ്കിലും ശിർക്കാണ് എന്ന് സമർത്ഥിച്ചുകൊണ്ട് തന്റെ പഴയ വാദത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ ഒരു പ്രബന്ധം എഴുതുകയും കേന്ദ്രത്തോടെ അത് കേരളം ചിന്തനത്തിൽ പ്രസിദ്ധീകരിക്കുകയും ആ ആശയം സക്കരിയ സലാഹി പ്രസംഗിക്കുകയും വേണം. ഇത് കർക്കശമായ ഒരു തീരുമാനമാണോ? ഇങ്ങനത്തെ ഒരാളോട് അത് പറയണ്ടേ? 2, അദ്ദേഹം സംഘടനയുടെ അച്ചടക്ക ലംഘനം വരുത്തി എന്ന കാരണത്താൽ അത് രേഖാമൂലം മാപ്പ് എഴുതി സമർപ്പിക്കേണ്ടതാണ്. ഖേദിക്കുകയും ആവർത്തിക്കാതിരിക്കുകയും മാപ്പ് എഴുതി നൽകുകയും ചെയ്യേണ്ടതാണ്. 3, സക്കരിയ സലാഹിയുടെ 6 മാസത്തെ പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും നിരീക്ഷണ വിധേയമായിരിക്കും. 4, അദ്ദേഹത്തിന്റെ ഇത്തരം പരിപാടികൾ മുൻകൂട്ടി അദ്ദേഹം കേന്ദ്രം ചുമതലപ്പെടുത്തുന്ന ആളെ അറിയിക്കേണ്ടതാണ്. ഇതായിരുന്നു തീരുമാനം. ഭരണസമിതിയുടെ മൊത്തത്തിലുള്ള വികാരം ഇനി 6 മാസം കാത്തിരിക്കേണ്ട, 6 കൊല്ലം നന്നാവാത്ത ആള് ഇനി 6 മാസം കൊണ്ട് എങ്ങനെ നന്നാവും? നിങ്ങളുടെ ഉപസമിതിയുടെ റിപ്പോർട്ട് അവസാനം ഞങ്ങൾക്ക് നൽകുന്ന മൊഴിയിൽ ശുരുക്കാണെന്ന് അംഗീകരിച്ചുകൊണ്ട് എഴുതി തന്നല്ലോ. അത് മുഖവിലക്കെടുത്തുകൊണ്ട് ഒരവസരം കൂടി നൽകണമെന്ന ഉപസമിതിയുടെ അപേക്ഷ ഭരണസമിതി അംഗീകരിക്കുകയായിരുന്നു. ഇതനുസരിച്ച് സക്കരിയ സലാഹിയെ വിളിച്ചു വരുത്തി. എന്നിട്ട് KNM പ്രസിഡന്റ് തന്നെ ഈ തീരുമാനങ്ങൾ വായിച്ചു കേൾപ്പിച്ചു. സക്കരിയ പറഞ്ഞു, എനിക്കങ്ങനെ ഒപ്പിടാൻ പറ്റൂല, എനിക്ക് ആലോചിക്കണം, സമയം വേണം, പഠിക്കണം, നോമ്പ, അതിന് കഴിയില്ല. ശരി, ഒന്ന് വായിച്ചു. അമലുമലു താങ്കൾ വായിച്ചോളൂ, സമയമുണ്ടല്ലോ. അങ്ങനെ പറ്റൂല, ഇത് റമളാന, ചുണ്ട് വരളിൻ്റെണക്കെ പറഞ്ഞത്. അപ്പൊ എന്നാ എത്ര സമയം വേണം? അതൊന്നും പറയാൻ 2-3 ദിവസം? അതൊന്നും പറയാൻ പറ്റൂല. 1 മാസം മതിയോ? അതൊന്നും ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റൂല. അപ്പൊ ഇത് പുറപ്പാട് വേറെ മനസ്സിലാക്കാലോ. അപ്പൊ TP പറഞ്ഞു, ശരിയാ, ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചോളി, ആലോചിച്ചോളി. അനന്തമായി ഇത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. സംഘടനയ്ക്ക് അതിന്റെ ചില നിലപാടുകളും നടപടികളും സ്വീകരിക്കേണ്ടി വരും. മാത്രമല്ല, ഒരു തീരുമാനത്തിലെത്തുന്നതുവരെ ഇപ്പൊ നിലവിലുള്ള ആ നിലപാട് തുടരുകയും വേണം. ആ സർ എന്ന് പറഞ്ഞ് ഈ തീരുമാനത്തിന്റെ കോപ്പി സക്കരിയ സലാഹി എനിക്കും വേണമെന്ന് പറഞ്ഞു. അതിന്റെ അടിയിൽ എനിക്ക് ആലോചിക്കാനും പഠിക്കാനും സമയം ആവശ്യമാണ് എന്ന് KK സക്കരിയ സലാഹിന് എഴുതി ഒപ്പിട്ട് ഫോട്ടോ കോപ്പി വാങ്ങി മൂപ്പര് ഇറങ്ങി.
ഇറങ്ങിയാൽ തന്നെ ഞങ്ങൾക്കൊക്കെ അറിയാം എന്തിനാണ്. അതാണ് പിന്നെ മൂപ്പരൊരു ബുക്ക് പ്രസിദ്ധീകരിച്ചല്ലോ. ആ ബുക്കിൽ ഇതാ ഇപ്പൊ സലഫി പ്രവർത്തകരോട് സ്നേഹപൂർവ്വം മുജാഹിദ് ആദർശ സംരക്ഷണ സമിതി എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഒന്നാമത്തെ ഈ പേജിൽ ഇതാ, മൂന്നാമത്തെ പേജിൽ ഇതാ KNM നേതാക്കൾ സക്കരിയ സലാഹിയോട് ഒപ്പിടാൻ ആവശ്യപ്പെട്ട നിബന്ധനകൾ എന്ന് പറഞ്ഞിട്ട് പിന്നെ ശുപാർശ ചെയ്തതും KNM ഭരണസമിതി അംഗീകരിച്ചതുമായ തീരുമാനങ്ങൾ ഇത് രണ്ടും പട കൊടുത്തിട്ട് ഒരു ബുക്ക് ഇറക്കി. അതാണ് ഇപ്പൊ മൂപ്പര ലക്ഷ്യം. ഇതുമായിട്ട് പോയി ദിവസങ്ങൾ കഴിഞ്ഞു. പിന്നെ ഇത് ലംഘിക്കൂല എന്ന് പറഞ്ഞു പോയ ആളല്ലേ. പിന്നെ ബൈലക്സിൽ സക്കരിയയുടെ പ്രസംഗം ഞങ്ങൾ കേൾക്കുന്നു. പരസ്യമായ ഒരു വേദിയിലുള്ള പ്രസംഗം, തിരുത്തപ്പെടേണ്ട ധാരണകൾ, അതാണ് വിഷയം. അവസാനത്തെ ധാരണ, ഒടുവിൽ തിരുത്താൻ ശ്രമിച്ച തിരുത്തപ്പെടേണ്ട ധാരണ ഏതാണെന്നറിയോ? ജിന്നിനോട് ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നത് ശിർക്കാണ് എന്ന വാദം തിരുത്തപ്പെടേണ്ടതാണ്. അദ്ദേഹം എഴുതി ഒപ്പുവെച്ചതിന് വിരുദ്ധമായി പ്രസംഗിക്കുന്നു. KNM-നോട് സമ്മതിച്ചതിന് വിരുദ്ധമായി പ്രസംഗിക്കുന്നു. ഇതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇയാളിങ്ങനെ പ്രബന്ധം എഴുതിയിട്ട് അത് പ്രസിദ്ധീകരിക്കും വേണം, പ്രസംഗിക്കും വേണം എന്ന് ഒന്നാമത്തെ ഉപാധി തന്നെ വെക്കാനുണ്ടായ കാരണം. പിന്നെ ഞങ്ങൾക്ക് നിവൃത്തിയുണ്ടോ? TP-ക്ക് കഴിയോ? AP-ക്ക് കഴിയോ? ഞങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയോ? ലോകം മുഴുവൻ കേട്ടു അത്. ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. KNM-ന്റെ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നു, ഈ കാര്യം റിപ്പോർട്ട് ചെയ്തു. അടുത്ത് ഭരണസമിതി ചേർന്നു. ഭരണസമിതിയുടെ മുമ്പാകെ ഈ റിപ്പോർട്ട് വെച്ചു. ഭരണസമിതി പറഞ്ഞു, സക്കരിയ സലാഹിയെ പുറത്താക്ക്, സംഘടനയിൽ നിന്നും മാറ്റി നിർത്തണം. നിങ്ങൾ പറയും, ഈ 10-25 നടപടിക്രമം ഈ 5-6 കൊല്ലങ്ങൾ കൊണ്ട് ഏത് സംഘടനയിലാണ് ഇതുപോലെ ഗുരുതരമായ അടിസ്ഥാന ആദർശത്തിൽ വ്യതിയാനം സംഭവിച്ച ഖണ്ഡനം എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്ത ഒരാൾക്ക് ഇത്ര മാപ്പ് നൽകുന്ന ഏത് സംഘടനയാണ് ഇന്ത്യ രാജ്യത്തുള്ളത്? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നമ്മുടെ പ്രസ്ഥാനം അത്രത്തോളം വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ ചിലര് പറയും, അത് എന്തെങ്കിലും ഇതിന്റെ മുമ്പ് പുറത്താക്കാഞ്ഞത്. എന്നാലും ഇത്രയൊക്കെ ആയാലും ചിലര്, എന്നാലും നമുക്കൊരു ചാൻസും കൂടി കൊടുത്തുകൂടായിരുന്നു. ഞങ്ങളെ സ്ഥാനത്ത് നിങ്ങളായോക്കണം, എന്താ നിങ്ങൾ ചെയ്യാന്ന് അപ്പോഴേ പറയാൻ പറ്റുള്ളൂ. അതൊന്ന് ആലോചിച്ച് നോക്കി. ഈ 10-25 നടപടിക്രമങ്ങൾ, അങ്ങനെയാണ് സക്കരിയ സലാഹി സംഘടനയിൽ നിന്ന് പുറത്തു പോയത്. അല്ലാതെ മജീദ് സലാഹി ഇവിടെ പിന്നെ കിട്ടിയ ചോദ്യം വായിച്ചത് കേട്ടാ ഒരു തെറ്റുണ്ടായോ ഒന്ന് പറഞ്ഞ് തിരുത്തിക്കൂടെ? പുറത്താക്കല. 1 തെറ്റോ 2 തെറ്റോ 3 തെറ്റോ, ഒരിക്കലോ 2 വട്ടോ 10 വട്ടോ 20 വട്ടോ, ഇത്രയധികം ഈ പ്രസ്ഥാനം സക്കരിയ സലാഹിയോട് അയാൾക്ക് അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകുകയും പരിഗണിക്കുകയും അവസരം നൽകുകയും ഉപദേശിക്കുകയും നിർദ്ദേശിക്കുകയും താക്കീത് നൽകുകയും തിരുത്തുകയും നടപടിയെടുക്കുകയും എല്ലാം ചെയ്ത് ഗത്യന്തരമില്ലാത്ത അവസാന ഘട്ടത്തിൽ എനിക്ക് നേരത്തെ അനസ് മൗലവി പറഞ്ഞപ്പോ പറഞ്ഞ ആ ആയത്തുണ്ടല്ലോ, വഖൽബുഹു മുത്മഇന്നുൻ ബിൽ ഈമാൻ ഇല്ലാ മൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നുൻ ബിൽ ഈമാൻ. കൽബിൽ ഈമാൻ നിറഞ്ഞു നിൽക്കെ അറിയാതെ നാവുകൊണ്ട് കുഫറിന്റെ വാക്ക് ഉച്ചരിച്ചാൽ ആ കൽബിലുള്ളതാണ് അല്ലാഹു സ്വീകരിക്കുക എന്ന ആയത്തിനെ പോലും സക്കരിയ സലാഹി നേരെ ഉൾട്ടയായി വിപരീതമായിട്ടാണ് ഉപയോഗിച്ചത്. ജിന്നിനോട് സഹായം ചോദിച്ചാൽ ശിർക്കല്ല എന്ന ശിർക്കാണ് എന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്, ഇത് ശിർക്കാണ് എന്ന് ഞാൻ എഴുതി ഒപ്പിട്ടപ്പോഴും ആയത്ത് പോലും വിപരീതാർത്ഥത്തിനു വേണ്ടി ഉപയോഗിക്കുകയാണ്. ശിർക്ക് ചെയ്യരുത്, മനുഷ്യ കഴിവിൽപ്പെട്ടത് പരസ്പരം ചോദിക്കാം, ജിന്നിനോടോ മലക്കിനോടോ മരിച്ചവരോടോ സഹായം ചോദിക്കരുത് എന്ന തത്വത്തിന് വിരുദ്ധമായി ഈ ആയത്ത് ദുർവ്യാഖ്യാനിച്ച് ജിന്നിനോട് സഹായം തേടാം എന്ന് വാദിക്കുകയാണ്. ഇത്ര ഗുരുതരമായ ഈ വാദമുള്ളതുകൊണ്ടാണ് തിരുത്താൻ ശ്രമിച്ച് നടക്കാതെ വന്നപ്പോൾ മാറ്റിവെച്ചത്. എനിക്ക് നിങ്ങളോട് ഒരു വാചകം കൂടി പറയാനുണ്ട്. നിങ്ങൾ ഒരു 2 മിനിറ്റ് കൂടി മനസ്സിനൊന്ന് ഫ്രീ ആക്കി എന്റെ കൂടെ ഒന്ന് 2 മിനിറ്റ്. എന്താണെന്നറിയോ ഇവിടുത്തെ വാദം? ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കാകുന്നു. സക്കരിയാക്കും തർക്കമില്ല, ശരി. ഇതൊരു അടിസ്ഥാന തത്വം, വിശ്വാസപരമായ അടിസ്ഥാന വിശ്വാസം. 1 മാറ്റല്ലല്ലോ, ഇല്ല. നമ്പർ 2, യാ ഇബാദല്ലാഹ് അഈനൂനി എന്നൊരു ഹദീസുണ്ട്. അത് കള്ള ഹദീസാണ്, അതുകൊണ്ട് അമല് ചെയ്യാൻ പാടില്ല, ദുർബലമാണ്, തള്ളിക്കളയണം. ഇതും ഹദീസ് നിദാന ശാസ്ത്രത്തിലെ അംഗീകരിക്കപ്പെടുന്നൊരു തത്വം. കള്ള ഹദീസ് തെളിവിന് സ്വീകരിക്കാൻ പാടില്ല, തള്ളിക്കളയണം.
ഈ രണ്ട് തത്വവും ഏത് സമയത്തും അംഗീകരിക്കണമല്ലോ. ശരി, ഇനി ജിന്നുകൂടിയ ജിന്നുവാദക്കാരായ ആളുകളുണ്ടല്ലോ, അവര് പറയുന്ന മൂന്നാമത്തെ ഒരു വാദം ഈ രണ്ട് അടിസ്ഥാന തത്വത്തെയും പൊളിച്ചു കളയുന്നതാണ്. എന്താണെന്നറിയോ? സ്വീകരിക്കാൻ പാടില്ലാത്ത കള്ള ഹദീസായ യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ ജിന്നിനോട് സഹായം ചോദിക്കാം എന്ന് പറഞ്ഞാൽ അത് ശിർക്കാവുകയില്ല. എന്തായി? ജിന്നിനോട് സഹായം ചോദിക്കൽ ശിർക്കാകുന്നു എന്ന തത്വം തെളിഞ്ഞു. ദുർബലമായ ഹദീസ് സ്വീകരിക്കാൻ പാടില്ല, യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ഹദീസ് ദുർബലമാകുന്നു എന്ന വാദവും തെളിഞ്ഞു. നോക്ക് നിങ്ങൾ, ഇവർ ശിർക്കിലേക്ക് പോയത് തൗഹീദിനെ പൊളിച്ചാണ്, ഹദീസിന്റെ വിധാനശാസ്ത്രം പൊളിച്ചാണ് ഇവർ പോയത്. ഇത് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് 6 കൊല്ലം കാത്തിരുന്നെങ്കിലും വളരെ ന്യായമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് യഥേഷ്ടം അവസരം നൽകി പറയാനുള്ളതൊക്കെ പറയിപ്പിച്ച് കേൾക്കേണ്ടതെല്ലാം കേട്ട് ഏറ്റവും അവസാനം സുചിന്തിതമായ ഉചിതമായ തീരുമാനമാണ് ഈ പ്രസ്ഥാനം കൈക്കൊണ്ടിട്ടുള്ളത് എന്ന് എന്റെ ഈ സംക്ഷിപ്ത വിശദീകരണത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, സദസ്യർക്ക് ചോദിക്കാനുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ എഴുതി കിട്ടിയിട്ടുണ്ടെങ്കിലും ഒരു 10:25 ഈ പ്രോഗ്രാം അവസാനിപ്പിക്കേണ്ടതിനാൽ സദസ്സിൽ നിന്ന് നേരിട്ട് ചോദിക്കാനുള്ള ഒരു അവസരം നൽകുകയാണ്. ഇവിടെ മൈക്ക് പോയിന്റ് ഉണ്ട്. വിഷയവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഇതുവരെ പരാമർശിച്ചിട്ടില്ലാത്ത വിഷയമാണ് ചോദിക്കേണ്ടത്. വളരെ സംക്ഷിപ്തമായിട്ട് ചോദിക്കുക. ഒന്നാമത്തെ ചോദ്യകർത്താവിനെ ചോദ്യത്തിനായി ക്ഷണിക്കുന്നു. പേരും സ്ഥലവും പറഞ്ഞ് ചോദ്യം ചോദിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. എഴുതി ഇനിയും ചോദ്യം തന്നാൽ നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പേര് റഫീഖ്, ഡോക്ടറാണ്. യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ഈ ദഈഫായ ഹദീസ് തന്നെ ചർച്ച ചെയ്ത പണ്ഡിതന്മാര്, അത് നമുക്ക് എല്ലാവരും അംഗീകരിക്കുന്ന ഇബ്നു തൈമിയ്യ മുതൽ ഉസൈമീൻ മുതൽ എല്ലാ പണ്ഡിതന്മാരും അത് ദഈഫാണെന്ന് പറഞ്ഞത് അതിന്റെ സനദിൽ പ്രശ്നമുണ്ടെന്നുകൊണ്ടാണല്ലോ. അപ്പൊ അതിന്റെ ടെക്സ്റ്റിൽ തന്നെ ശിർക്കുണ്ടായിരുന്നെങ്കിൽ അവർ ഒറ്റയടിക്ക് ഹദീസ് തള്ളിക്കളയുമായിരുന്നല്ലോ. ഓക്കെ, മനസ്സിലായി. ഡോക്ടർ റഫീഖ്, ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഈ ചോദ്യം ഒഴിവാക്കാമായിരുന്നു. ജിന്നിനോട് സഹായം ചോദിക്കുക എന്നതാണ് വിഷയം, ടെക്സ്റ്റ് അതാണ്. അത് ശിർക്കാണ് എന്ന് സക്കരിയ സ്വലാഹി അടക്കം ഈ വാദം ഉന്നയിച്ചവർ സമ്മതിക്കുന്നു. അപ്പൊ വിഷയത്തിൽ ഇവിടെ തർക്കമില്ല. 2, ഇതിന്റെ ഹദീസിന്റെ പരമ്പര അതിൽ ന്യൂനത ഉണ്ട് എന്നതുകൊണ്ടാ മാത്രമാണോ അത് സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നതാണ്. ഇവിടെ ജിന്നിനോട് ഒരുപാട് ആശയക്കുഴപ്പങ്ങളുണ്ട്. ലളിതമായിട്ട് ഞാൻ പറയാം. ഈ വാദം കൊണ്ടുവരുന്ന ആളുകൾ ശിർക്കാന്ന് പറയരുത്, ശിർക്കിലേക്കുള്ള വഴിയാന്ന് പറഞ്ഞാൽ മതി. അതാണല്ലോ പറഞ്ഞത്. ജബ്ബാർ മൗലവി ഇത് ശിർക്കാണ്, ശിർക്കല്ല എന്ന് പറയാനുള്ള കാരണം അയാൾ പറഞ്ഞത് ഇത് അഭൗതികമല്ല, അതുകൊണ്ട് ശിർക്കല്ല. അഭൗതികമല്ല, ജിന്നിനോടുള്ള സഹായതേട്ടം അഭൗതികമല്ല, അതുകൊണ്ട് ശിർക്കല്ല എന്നാ പറഞ്ഞത്. ഇത് പറഞ്ഞപ്പോ അതിനുള്ള തെളിവ് ഞങ്ങളെപ്പോലുള്ളവർ ഈ സ്വകാര്യ ചർച്ചകളിലും മറ്റും വ്യക്തമാക്കി. ജിന്ന്, മലക്ക് മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമാണ്. അതുകൊണ്ട് തന്നെ അത് ഈമാനുൻ ബിൽ ഗൈബ്, അദൃശ്യ കാര്യങ്ങളിലുള്ള വിശ്വാസത്തിൽപ്പെട്ടതാണെന്ന് ഷെയ്ഖ് ഉസൈമീൻ അടക്കമുള്ളവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശുഅബത്തുൻ മിൻ ശുഅബിൽ ഈമാൻ, ഈമാനിന്റെ ശാഖകളിൽപ്പെട്ട ഒന്നാണ് ജിന്ന് അഭൗതികമായ അദൃശ്യമായ ഗൈബിയായ സൃഷ്ടിയാണെന്ന് വിശ്വസിക്കൽ എന്നവർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന് രക്ഷപ്പെടാനുള്ള ഒരു രണ്ടാമത്തെ വഴി തേടിയതാണ് ഈ കള്ള ഹദീസ്. യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന കള്ള ഹദീസ് രക്ഷപ്പെടാനുള്ള വഴിയാണ് സ്വീകരിച്ചത്. അതെങ്ങനെ? ചില ആളുകൾ എന്ന് പറഞ്ഞാൽ
പ്രാമാണികരായ ആളുകൾ അല്ല. ഇനി ഏത് പ്രാമാണികന്റെ അടുക്കലും അബദ്ധം പറ്റിയാൽ പ്രമാണമില്ലേ, അത് നമുക്ക് തെളിവുമല്ല. നമ്മൾ പ്രമാണമാണ് നോക്കുന്നത്, പ്രമാണിയെയോ പ്രാമാണികനെയോ അല്ല. പ്രമാണി പറഞ്ഞാലും പ്രാമാണികൻ പറഞ്ഞാലും പ്രമാണമാണോ എന്നുള്ളിടത്താണ് നിങ്ങളുള്ളത്. കള്ള ഹദീസ് പ്രമാണമല്ല. ആ ഒരൊറ്റ കാരണത്താൽ അത് തള്ളിക്കളയണം. പക്ഷെ എന്താന്ന് വിചാരിച്ചാല്, ഇപ്പോ ഇബ്നു കസീർ റഹ്മഹുള്ള അദ്ദേഹം സലഫി പണ്ഡിതനാണ്, മുഫസ്സിറാണ്, ഒക്കെയാണ്. അദ്ദേഹത്തിന്റെ തഫ്സീർ ഇബ്നു കസീർ, ഏതാണ് സലഫികൾക്ക് വായിക്കാൻ പറ്റിയ നല്ല തഫ്സീർ? തഫ്സീർ ഇബ്നു കസീർ. അതിലില്ലേ ഔതുബിയുടെ സംഭവം? അത് ശിർക്കാണെന്ന് വിശ്വസിക്കുന്നവരല്ലേ സലഫികൾ? ഇബ്നു കസീർ ഉദ്ധരിച്ചു എന്നുള്ളത് കൊണ്ട് അത് സ്വീകരിക്കാമെന്ന് അതിനർത്ഥമുണ്ടോ? ഇല്ല. ഇബ്നു ഹജർ അസ്ഖലാനി പ്രമുഖ മുഹദ്ദിസാണ്, ഹദീസ് പണ്ഡിതനാണ്. അദ്ദേഹത്തെ പോലെ ഒരു ഹദീസ് പണ്ഡിതൻ ഇന്ന് ലോകത്തുള്ള മുഴുവൻ ഹദീസ് പണ്ഡിതന്മാരും കൂടിയാൽ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തില്ല. അത്ര വലിയ മുഹദ്ദിസ. പക്ഷെ അദ്ദേഹം ഫത്ഹുൽ ബാരിയിൽ നമ്മൾ ശിർക്കാണെന്ന് പറയുന്ന വാദം, ആ ഫത്ഹുൽ ബാരിയിൽ ഖബറിൽ മരിച്ച ആളോട് വിളിച്ചു തേടുന്നതിനെ സംബന്ധിച്ച് ഖബറാലിയോട് ഇസ്തിസ്ഖായിന് വേണ്ടി തേടുന്നതിനെ പറ്റി അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞുള്ളൂടെ നമ്മൾ സ്വീകരിക്കില്ല. ഇതുപോലെ തന്നെയാണ് ഇബ്നു തൈമിയ്യ പറഞ്ഞാലും, ഇതുപോലെയാണ് അഹ്മദ് ഇബ്നു ഹംബൽ പറഞ്ഞാലും, ഇതുപോലെയാണ് ഇമാം ഷാഫിയോ ഇമാം അബൂ ഹനീഫയോ പറഞ്ഞാലും ഹദീസ് സഹീഹാണോ, ആയത്തുണ്ടോ, പ്രമാണമുണ്ടോ, അത് സ്വീകരിക്കാം, ഇല്ലെങ്കിൽ സ്വീകരിക്കാൻ പാടില്ല. ഇതാണ് സലഫി മൻഹജ്, അതാണ് സലഫിയത്ത്, അതാണ് മതത്തിന്റെ ഉസൂല് അടിസ്ഥാനം. ഇവിടെ ചിലർക്ക് എന്താ സലഫി മൻഹജ് എന്ന് പറഞ്ഞാൽ, നേരത്തെ കായക്കുടി പറഞ്ഞത്, പിന്നെ ഇംഗ്ലീഷൊക്കെ അറിയുന്നുള്ള നിലക്ക് ലോ ബുക്ക് എടുത്തു കൊടുത്തിട്ട് വായിക്കാൻ പറഞ്ഞ തിരിച്ചു മറിച്ചു ഇത് ഇംഗ്ലീഷ് തന്നെയാണ് എനിക്ക് ഉറപ്പായി എന്ന് പറഞ്ഞില്ലേ. ആ ജാതി വിവര ചിലർക്ക് സലഫി മൻഹജിനെ പറ്റി. ഒരു കള്ള ഹദീസിനെ പറ്റി ഏതെങ്കിലും നാലാൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് സ്വീകരിക്കലാണ് സലഫി മൻഹജ് എന്ന് വിചാരിച്ചു നടക്കുന്ന ചില പൊട്ടന്മാരുണ്ട് ഇപ്പൊ സംസാരിച്ച് നടക്കുന്നത്. പാവങ്ങളുമല്ലാതെ ഓലെപ്പറ്റി ഓലക്ക് സലഫിയത്തും അറിയില്ല, മൻഹജും അറിയില്ല, ഖുർആനും അറിയില്ല, ഹദീസും അറിയില്ല. ഇതാണ് ഇതിന്റെ വസ്തുത. ഇവിടെ മൻഹജ് എന്ന് പറഞ്ഞാൽ ഹദീസുകളോടുള്ള സമീപനം. അതെന്താ? നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ടാൽ അത് സ്വീകരിക്കും. ഞങ്ങൾ ആദ്യകാലത്ത് നബി പറഞ്ഞു എന്ന് കേട്ടാൽ അതങ്ങ് സ്വീകരിക്കുമായിരുന്നു. പക്ഷേ പിന്നീട് ഫിത്ന വന്നപ്പോ ആര് പറഞ്ഞു എന്ന് ഞങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി, സനദ് ചോദിക്കാൻ തുടങ്ങി. എന്നാണ് ഇമാം മുസ്ലിം തന്റെ സഹീഹ് മുസ്ലിമിന്റെ ആരംഭത്തിൽ കൊടുത്തിട്ടുള്ള നബവി വിശദമായി വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടുള്ള സനദിന്റെ പ്രാധാന്യം. അൽ ഇസ്നാദു മിനദ്ദീൻ, സനദി എന്നത് മതത്തിൽപ്പെട്ടതാണ് എന്ന് പറയാനുള്ള കാരണം അതാണ്. ലൗലൽ ഇസ്നാദ് ലഖാല മൻ ഖാല മാ ഷാ. സനദില്ലെങ്കിൽ ഇഷ്ടമുള്ളതൊക്കെ മതത്തിന്റെ പേരിൽ പറയാമായിരുന്നു. അപ്പൊ സനദ് കൊണ്ടാണ് ദീൻ, ടെക്സ്റ്റ്, നമ്മുടെ വിശ്വാസം, നമ്മുടെ കർമ്മം അത് സ്ഥിരപ്പെടേണ്ടത്. എന്തുകൊണ്ടാ? കേവലം ടെക്സ്റ്റ് കൊണ്ട് മാത്രമല്ല, സനദ് കൊണ്ടാണ്. അൽ ഇസ്നാദു മിനദ്ദീൻ, സനദ് മതത്തിൽപ്പെട്ടതാണ്. ലൗലൽ ഇസ്നാദ് ലഖാല മൻ ഖാല മാ ഷാ. സനദില്ലെങ്കിൽ, ഈ പരമ്പരയില്ലെങ്കിൽ, വെറും ടെക്സ്റ്റ് ഓരോരുത്തരും അവനവനിഷ്ടമുള്ളത് ഉണ്ടാക്കുകയും പറയുകയും ഉദ്ധരിക്കുകയും ചെയ്യാമായിരുന്നു. ഇത് അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഈ ഉമ്മത്തിന്റെ പ്രത്യേകത എന്ന സനത് ക്രൈസ്തവ സമുദായത്തിന്, ജൂത സമുദായത്തിന്, പേർഷ്യൻ സമുദായത്തിന്, ഹൈന്ദവ സമുദായത്തിന് അവരുടെ പ്രവാചകരിലേക്ക് എത്തുന്ന ഒരു പരമ്പരയില്ല. ഇത് ലോകത്ത് മുസ്ലിം സമുദായത്തിന്റെ മാത്രം സവിശേഷതയാണ്. ഈ പരമ്പരയുടെ പ്രാധാന്യം ഖുറാഫികൾ പോലും മനസ്സിലാക്കി വന്നപ്പോൾ, മുസ്ലിയാക്കന്മാരും മുസ്ലിമായി വന്നപ്പോൾ എവിടെ സനദെവിടെ എന്ന് ഇവിടെ UK വിഭാഗത്തിൽപ്പെട്ട മുസ്ലിയാ കുട്ടികൾ ചോദിക്കാൻ തുടങ്ങി. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനത്തിൽ സനദുമായി ഓടി നടന്ന അവരുടെ പിൻതലമുറക്കാർക്ക് ഇപ്പോൾ സനദ് നോക്കണ്ട എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നു എന്നുള്ളത് എന്തുമാത്രം ഒരു ബുദ്ധി വൈപരീത്യമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഒരു മുസ്ലിയാര് ചോദിക്കുക, അല്ല എന്തിനാ നമ്മൾ കുന്നൂത്തോദനങ്ങൾ വിദേഹത്താന്ന് പറയുന്നത്? ഞങ്ങളൊരു ഹദീസ് ഉണ്ടത് ലൈഫെന്നല്ലേ ഉള്ളൂ. ലൈഫായ ഹദീസ് കൊണ്ട് അമൽ ചെയ്യുന്നുണ്ടാ തടസ്സം? നിങ്ങളെ സക്കരിയ സ്വലാഹി പറഞ്ഞത് അങ്ങനല്ലേ, ജബ്ബാർ മൗലവി പറഞ്ഞത് അങ്ങനല്ലേ? ഹദീസ് ലൈഫാണെങ്കിലും അതുകൊണ്ട് അഹ്മദ് ഇബ്നു ഹംബലും ഷൗക്കാനിയും മറ്റും അമൽ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതുപോലെ ഇമാം ഷാഫിയും മറ്റും ഹദീസ് ലൈഫാണെങ്കിലും അമൽ ചെയ്തിട്ടുണ്ടല്ലോ. എന്താണ് അവരോട് മറുപടി പറയാം?
ബദിരീങ്ങളെ മമ്പർത്തങ്ങളെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് ഹദീസാണ് ധരിക്കുന്നത്. ലൈഫാണെങ്കിലും നിങ്ങൾ ജിന്നിനോട് വിളിച്ചു തേടാൻ വേണ്ടി ലൈഫായ ഹദീസ് തെളിവിൽ പിടിക്കുന്നുണ്ടല്ലോ, അതിന്റെ അടിസ്ഥാനത്തിൽ ശിർക്കല്ലെന്ന് പറയുന്നുണ്ടല്ലോ. ഞങ്ങൾ മൊയ്തീൻ ശൈഖ് എന്ന് പറയുന്നത് ഈ ലൈഫായ ഹദീസിന്റെ അടിസ്ഥാനത്തിലാ, അത് ശിർക്കല്ലെന്നാണ് ഞങ്ങൾ പറയുന്നത്. എന്താണ് അവരോട് മറുപടി പറയാനുണ്ടാവുക? ചിന്തിക്കേണ്ട കാര്യം ഇതാണ്. അപ്പൊ ഇതിന്റെ ടെക്സ്റ്റ് തെറ്റാണ് എന്നത് അംഗീകരിക്കുന്നു. രണ്ട് ഈ ടെക്സ്റ്റ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ആയത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ജിന്നിനോടുള്ള സഹായത്തേറ്റം ശിർക്ക് എന്ന് ഈ വാദം ഉന്നയിക്കുന്ന ആളുകൾ പോലും സമ്മതിക്കുന്നതാണ്. അതാണ് സക്കരിയ സലാഹിയും സമ്മതിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ ഹദീസ് ദുർബലം, ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ പാടില്ല. അടിസ്ഥാനത്തിൽ നിന്ന് തെന്നിയപ്പോൾ അടിപതറി വീണു. അപ്പോൾ ശിർക്ക് തൗഹീദ് ശിർക്കായി മാറി. കള്ള ഹദീസ് സ്വീകരിക്കാൻ പാടില്ലെന്ന തത്വവും നമുക്ക് കൈമോശം വന്നുപോയി. അതാണ് യാ ഇബാദല്ലാ എന്ന കള്ള ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ജിന്നിനോട് സഹായം ചോദിക്കാമെന്ന് പറഞ്ഞാൽ അത് ശിർക്കല്ല എന്ന വാദം മുളപൊട്ടി വന്നത്. ഇതൊന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ ഇപ്പോ നെറ്റിൽ പ്രത്യേകിച്ച് ഡോക്ടർ പോലുള്ള ആളുകൾക്കൊക്കെ സുലഭമായി നെറ്റിലൂടെ ഇത്തരം കാര്യങ്ങൾ യഥേഷ്ടം കിട്ടും. ഇത് ഹോൾസെയിലായിട്ട് ദമാമെന്ന് അയച്ചുവിടുന്നുണ്ട്. 3 ആളെ പേരിലാണ് അത് അയച്ചുവിടുന്നത്. ആ ആളുകൾ എഴുതുന്നത് ഇത് ശിർക്കല്ല. കാരണം ചില പൂർവ്വകാല പണ്ഡിതന്മാര് ശിർക്ക് ചെയ്യുന്ന ആളുകൾ ഈ ഹദീസിന് തെളിവെടുത്തപ്പോൾ അവർക്ക് മറുപടി പറഞ്ഞപ്പോൾ ഇത് ശിർക്കിലേക്കുള്ള വഴിയാണ്, ഹറാമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നുള്ള നിലക്ക് ഇത് വസീലത്ത് ശിർക്ക് ആകൂ, ശിർക്കാകൂല എന്നാണ് അവർ സമർത്ഥിക്കുന്നത്. ലോകത്താരും ഇത് ശിർക്കാണ് പറഞ്ഞത് ഞങ്ങൾ കണ്ടിട്ടില്ല എന്നും പറഞ്ഞു. എന്നിട്ട് അതിന് തെളിവായി 4-5 കിതാബും കൊടുത്തു. ഇവിടെ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ച് ഏതെങ്കിലും അംഗീകരിക്കപ്പെടുന്ന ഒരു സലഫി പണ്ഡിതൻ വസീലത്ത് ശിർക്കാണ്, ഹറാമാണ് എന്ന് പറഞ്ഞത് ഇന്ന് വരെ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ വെല്ലുവിളിക്കുന്നില്ല. ഞാൻ ചോദിക്കാം, എവിടെയാണുള്ളത്, ആർക്കാണ് കിട്ടുക, നിങ്ങളെ കൊണ്ടുവന്ന് കാണിക്കൂ. അന്ന് ഈ പറച്ചിൽ അങ്ങോട്ട് നിർത്താലോ. യാ ഇബാദല്ലാ അഈനൂനി എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ ജിന്നിനോട് സഹായം ചോദിച്ചാൽ അത് വസീലത്ത് ശിർക്കും ഹറാമുമാണ് എന്ന് പറഞ്ഞ ഏത് പണ്ഡിതനാണുള്ളത്? കേട്ടാ തോന്നി ഇബ്നു തൈമിയ, അതേപോലെ മുഹമ്മദ് അബ്ദുൽ വഹാബ്, അതേപോലെ ഇബ്നു ബാസ്, സാലിഹുൽ ഫൗസാൻ, എല്ലാ സലഫി പണ്ഡിതന്മാരും. കേരളത്തിലൊരു അബ്ദുറഹ്മാൻ സലഫിയും ഒരു കായക്കൊടിയും അനസ് മൗലവിയും ഒഴിച്ച് ബാക്കിയുള്ളവർക്കും ഒക്കെ മറ്റേ വാദാന്നുള്ള നിലക്കാ ചിലര് പറഞ്ഞേട്ടാ തോന്നുക. ഒരാള് അംഗീകരിക്കപ്പെടുന്ന ഒരാള് യാ ഇബാദല്ലാ അഈനൂനി എന്ന കള്ള ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ജിന്നിനോടുള്ള സഹായത്തേറ്റം വസീലത്തു ശിർക്കും ഹറാമുമാണ് എന്നെഴുതിയ ഒറ്റ പണ്ഡിതന്റെ, അംഗീകരിക്കപ്പെടുന്ന ഒറ്റ പണ്ഡിതന്റെ വാചകം കാണിക്കാൻ കഴിയില്ല. 2, ഇവിടെ തെളിവിന് കൊടുത്തതെന്താണെന്നറിയാം ഈ പ്രബന്ധത്തില്. അത് പരിശോധിച്ചു നോക്കിയാൽ അനുവദനീയമാണ്, തേടാവുന്നതാണ് എന്നാണ് അവർ എഴുതിയിട്ടുള്ളത്. ഇവിടെ ഈ വാദം കൊണ്ട് നടക്കുന്നവരോ ജബ്ബാർ മൗലവിന്റെ അഭിമുഖം തന്നെ നോട്ടീസായിട്ട് കൊണ്ട് നടക്കുക. തേടണമെന്നോ, തേടേണ്ടതാണെന്നോ, തേടാവുന്നതാണെന്നോ ആരാ പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടില്ല. കേട്ടാ തോന്നും പിന്നെ പാവം ആ മനുഷ്യന്റെ പിന്നാലെ ഇങ്ങനെ കൂടുന്നതിനാണ്. ഇതിലുള്ള തട്ടിപ്പ് തിരിയാൻ ഞാൻ ഒരു ഉദാഹരണം പറയാം. എന്താ അറിയോ, ഒരാള് പറയാം, ഒരു സുന്നി പറയാം, മൊയ്തീൻ ശൈഖിനോട് വിളിച്ചു തേടിയാൽ ശിർക്കാവില്ല. ഇത് പറയാൻ പറ്റുമോ? എന്താണ് പറയാൻ പറ്റുമോ? പറ്റൂല. അത് ശിർക്കല്ലേ? ശിർക്കാണ്. അപ്പൊ അയാളോട് അതെങ്ങനെ മൊയ്തീൻ ശൈഖിനോട് തേടണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, തേടേണ്ടതാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, തേടാവുന്നതാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ശരിയല്ലേ? ആള് പറഞ്ഞോ? അയാളത് പറയേണ്ട ആവശ്യമുണ്ടോ? എന്തിനാണ് പറഞ്ഞത്? തേടിയാലൊരു കുഴപ്പമില്ല എന്നാണ് കേൾക്കുന്നതിന് മനസ്സിലാകുക. ഇതേ തന്ത്രവും തട്ടിപ്പുമാണ് ഈ വിഷയത്തിലും നടക്കുന്നത്. അപ്പൊ ഇവരെ ഉള്ളിലുള്ളതെന്താ? തേടാം എന്നാണ്. 3, ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണ് എന്ന് ഈ ഹദീസിനെ വിശദീകരിച്ച് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും പ്രഗത്ഭനായി അറിയപ്പെട്ടിരുന്ന മുഹദ്ദിസ് അല്ലാമ മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനി വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ ഉദ്ധരണി വായിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ വാചകം
ജിന്നിനോടും ഗായിബീങ്ങളോടും എന്ന് പറഞ്ഞാൽ അദൃശ്യലോകത്തുള്ള ഈ മരിച്ചുപോയ മഹാത്മാക്കള്, അതുപോലെ തന്നെ ജിന്നുകള് ഇവരോട് വിളിച്ച് സഹായം തേടുന്നത് ശിർക്കുൻ ബയ്യിനുൻ, വ്യക്തമായ ശിർക്കാണെന്ന് യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ഹദീസുമായി ബന്ധപ്പെടുത്തി ചർച്ച ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ശിർക്കാണ്. ആരാ പറഞ്ഞത്? അൽബാനി പറഞ്ഞതുണ്ട്. ഒരാള് ഏറ്റവും ഇതിനെ എതിർക്കുന്നവർ പോലും അംഗീകരിക്കുന്ന ആളാണ് അൽബാനി. ശരി, ഇനി കൂടുതൽ ഇത് പറയേണ്ട ആവശ്യമില്ലല്ലോ. വസീലത്തു ശിർക്കാണ് ഈ ഹദീസിനെ പറ്റി ഉദ്ധരിച്ചുകൊണ്ട് ആരും പറഞ്ഞിട്ടില്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, മുജാഹിദ് പ്രസ്ഥാനത്തിൽ ആദർശപരമായി ഒരു പ്രതിസന്ധി ഉണ്ടാക്കാൻ, ഒരു പദക്കസർത്ത് നടത്താൻ ഒരു കള്ള ഹദീസ് ഉപയോഗിച്ച് അതിന്റെ പിന്നാലെ ഇങ്ങനെ പോയി ജനങ്ങളുടെ വിശ്വാസം ചീത്തയാക്കി തൗഹീദ് ശിർക്കാക്കി മാറ്റുന്ന വിധത്തിൽ കൊണ്ടുപോകേണ്ടതാണോ ഇത്? ഒരിക്കലുമല്ല. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ആകെ കൂടി പറയാനുള്ളത് ഒന്ന് അഹ്മദ് ബിൻ ഹംബൽ. ഇനി വേറെ ആ വിഷയത്തിൽ ചോദ്യം വരണ്ടാണ്ടവർക്ക് പറയാം. അഹ്മദ് ബിൻ ഹംബൽ ജിന്നിനോട് വിളിച്ച് സഹായം ചോദിച്ചു എന്ന് ഒരാൾക്കും തെളിയിക്കാൻ കഴിയില്ല. അഹ്മദ് ബിൻ ഹംബൽ ജിന്നിനോടാണ് വിളിച്ച് സഹായം ചോദിച്ചത് എന്ന് ഒരാൾക്കും തെളിയിക്കാൻ കഴിയില്ല. അദ്ദേഹം യാ ഇബാദല്ലാഹ് അഈനൂനി വിളിച്ചു പറഞ്ഞു, ഇത്രയേ ഉള്ളൂ. ആ ഇബാദല്ലാഹ് കൊണ്ട് ഉദ്ദേശിച്ച ജിന്ന അയാൾ പറഞ്ഞിട്ടില്ല. രണ്ട്, അനുഭവത്തിൽ ഇങ്ങനെ യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് പറഞ്ഞപ്പോ ചിലർക്ക് വഴി അറിയാത്ത ആളുകൾക്ക് വഴി അറിയാൻ കഴിഞ്ഞു എന്ന് അനുഭവം ഉണ്ടായി എന്നാണ്. അനുഭവം ഇസ്ലാം മതത്തിൽ പ്രമാണമല്ല, തെജ്രിബത്ത് മതത്തിൽ തെളിവല്ല. മതിയല്ലോ. അഹ്മദ് ബിൻ ഹംബലാണ് ഇത് ഉദ്ധരിക്കപ്പെടുന്നത്. ഇനി അൽബാനി പറഞ്ഞു മരിച്ചുപോയ മഹാത്മാക്കളാന്ന് പറഞ്ഞാൽ ശിർക്ക, ജിന്ന് എന്ന് പറഞ്ഞാൽ ശിർക്ക, മലക്കാനൊരു റിപ്പോർട്ടുണ്ട്. പക്ഷെ മലക്കാനുള്ള റിപ്പോർട്ട് മൗഖൂഫാണ്, തെളിവിന് സ്വീകരിക്കാൻ പാടില്ല. അപ്പൊ ജിന്നും അല്ല, മലക്കും അല്ല, മരിച്ചുപോയ മഹാത്മാക്കളും അല്ല. ഇനി ആകെക്കൂടി പിന്നെ ഇനി ആ പദത്തെ പറ്റി നമ്മൾ തർക്കിക്കേണ്ട കാര്യമുണ്ട്. നമ്മളൊരു ഒഴിഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ കുടുങ്ങി നിൽക്കുന്ന നേരത്ത് ആരും കാണുന്നില്ല, പെട്ടെന്നൊരു ബുദ്ധിമുട്ട് വന്നാൽ നമ്മളെ നാടൻ ഭാഷയിൽ ഞങ്ങൾ മലപ്പുറത്തൊരു വണ്ടിയേരിയോ എന്ന് പറയും, അല്ലെങ്കിൽ ഓടിവേരിയോ എന്ന് പറയും. എന്താ അതിന്റെ അർത്ഥം? ഈ വിളി കേൾക്കുന്നിടത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഈ വിളി കേട്ട് വന്ന് എന്നെ സഹായിക്കട്ടെ. ആരെങ്കിലും എന്ന് പറഞ്ഞാൽ മനുഷ്യരാരെങ്കിലും എന്നാണ്, അതല്ലാതെ ജിന്നുകളിൽ ആരെങ്കിലും മലക്കുകളിൽ ആരെങ്കിലും സാധാരണഗതിക്കൊരു മനുഷ്യനും ഒരു മുജാഹിദും വിചാരിക്കാൻ നിവൃത്തില്ല. അങ്ങനെയാണ് ഒരാൾ ഉദ്ദേശിച്ചിങ്ങനെ പറയണതെങ്കിൽ ആ വിളി ദുആയല്ല, അതുകൊണ്ട് അത് ശിർക്കുമല്ല. ഇങ്ങനെ ഞങ്ങളൊക്കെ പറഞ്ഞ വാചകങ്ങൾ എടുത്തിട്ട് ചില പദക്കസർത്ത് ചിലർ നടക്കുന്നുണ്ട് എന്നുള്ളൂ. അപ്പൊ ഇതാണ് ഈ ഹദീസ് ദുർബലം. അത് ഷിയാക്കൾ നിർമ്മിച്ചുണ്ടാക്കിയത്. അതനുസരിച്ചൊരു മതനിയമം സ്ഥാപിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഈ അടിസ്ഥാന തത്വം നിങ്ങളോട് പറഞ്ഞത്. ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കാകുന്നു. ഈ ഹദീസ് ദുർബലമാണ്, അതുകൊണ്ട് പ്രവർത്തിക്കാൻ പാടില്ല. ഈ രണ്ട് തത്വവും പൊളിച്ചെറിഞ്ഞുകൊണ്ടല്ലാതെ ഈ പുതിയ വാദം പറയാനും പ്രചരിപ്പിക്കാനും പറ്റില്ല. ചോദിച്ചത് ഒരാളാണെങ്കിലും മറ്റു പലരുടെയും മനസ്സിൽ ഉന്നയിക്കപ്പെടുന്നൊരു സംശയം എന്ന നിലക്കായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക, വ്യക്തമായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ഒരു ചോദ്യത്തിനോട് അവസരമുണ്ട്. വേഗം. എന്റെ പേര് മുഹമ്മദ് ഷാജിദ്, കരിക്കാംകുളത്താണ് താമസം. ഞാനൊരു 2 ആഴ്ച മുമ്പ് ജാമ്യയിൽ നടന്ന നമ്മളൊരു പരിപാടിയിൽ സ്റ്റേജിലിരിക്കുന്ന അനസ് മുസ്ലിയാര് കരഞ്ഞുകൊണ്ട് അറിയാതെ നാറിയവനെ പേറി എന്നുള്ള രീതിയിൽ അറിഞ്ഞുകൊണ്ട് ഈ പാപം ഒരു 3-4 വർഷമായി കേരളത്തിലും പുറത്തുമൊക്കെ പ്രചരിപ്പിക്കുകയുണ്ടായെന്ന് പറഞ്ഞിട്ട് തപ ചെയ്യുന്ന ഒരു രംഗം ഒരു CD-യിൽ കാണുകയുണ്ടായി. അതിന് ഇപ്പോ നമ്മളെ ബഹുമാന്യ സലഫി പറഞ്ഞതുപോലെ 2007 തൊട്ടിട്ട് നമ്മളെ പണ്ഡിതന്മാർക്കും ജമിയത്തുലമൊക്കെ എല്ലാവർക്കും ഈ വിഷയത്തിൽ ഒരേ അഭിപ്രായമാണ്, ഇത് ശിർക്കാണെന്ന് കൃത്യമായി 25 ഘട്ടങ്ങളിലൂടെ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലായി. അതും അനസ് മൗലവി ജാമ്യയിൽ വെച്ച് പറഞ്ഞതും, കാരണം അദ്ദേഹം പറയുന്നു ഈ അടുത്ത കാലത്ത് ജമിയത്ത് തിരുത്തിയതിനെ കൊണ്ടാണ് ഇപ്പൊ നിങ്ങളെ മുമ്പിൽ വെച്ചിട്ട് അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് ആ വിഷയത്തിൽ തൗബ ചെയ്തത്. അത് ശരിയാകരുത് എന്ന് പറഞ്ഞത്. ശരി. അള്ളാഹു എനിക്ക് അനുവദിച്ചു തന്ന ഒരവകാശം
ഇവർ സമ്മതിച്ചു തരില്ല എന്നാണ് പറയുന്നത്. അള്ളയാണ് എന്നോട് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ. ഇത് എനിക്ക് ബാധകല്ല എന്നുണ്ടോ? അള്ളാന്റെ റസൂൽ അവിടെ യാ അയ്യുഹന്നാസ് തൂബൂ ഇലല്ലാഹി വസ്തഗ്ഫിറൂ. അള്ളാന്റെ റസൂലാ പറഞ്ഞത്, ഇത് എനിക്ക് പറ്റൂല എന്നാണ്. അപ്പൊ ഞാൻ തൗബ ചെയ്തൂടെ? എനിക്ക് തൗബ ഇല്ലേ? അതല്ല, പടച്ച റബ്ബിന്റെ ആ നിലപാട് നിങ്ങൾ മാറ്റി എഴുതിയോ? എനിക്ക് തൗബ ചെയ്തൂടാ എന്നാണ് പറയുന്നത്. അതല്ല, ഞാൻ മാസൂമാണെന്നാണോ നിങ്ങളുടെ വാദം? എന്താ നിങ്ങളുടെ വാദം? ഞാൻ മാസൂമാണെന്നാണോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം മാസൂമായ ഒരാളുണ്ട്, അനസ് മൗലവിയാണ് എന്നാണോ നിങ്ങളുടെ വാദം? സംഭവിച്ചത് എന്താണെന്നറിയോ? എഴുതി വെച്ചോ. സക്കരിയ സലാഹി ഇതിനു ശേഷം നടത്തിയ പരിപാടികൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. ജിന്നുകളോട് ഭൗതികമായ കാര്യം ചോദിക്കുന്നത് എന്തല്ല? ശിർക്കല്ല. ഇതല്ലേ വാദിക്കുന്നത്? അല്ലേ? ജിന്നുകളോട് ഭൗതികമായ കാര്യം, ജിന്നുകളുടെ കഴിവിൽപ്പെട്ട കാര്യം ചോദിച്ചാൽ ശിർക്കല്ല എന്നാ പറയുന്നത്. ഖുർആനിലായത്തുണ്ടോ? ഖുർആനിലായത്തുണ്ടോ? ഹദീസുണ്ടോ? സ്വഹീഹായ ഹദീസുണ്ടോ? ഖുർആനിലായത്തുണ്ടോ? സ്വഹീഹായ ഹദീസുണ്ടോ? ഒരായത്ത് ദക്രമോനെ ഓതിയോ? ഒരു ഹദീസ് ദക്രമോനെ ഓതിയോ? ഇല്ല. പിന്നെന്താ ഉള്ളത്? അനസ് മൗലവിയുടെ ക്ലിപ്പുണ്ട്. ഇത്രയും വലിയ, അഥവാ ഒരു പണ്ഡിതന്റെ ജഹാലത്തിൽ വെളിപ്പെടുന്ന ഇതിനേക്കാൾ വലിയ ദുരവസ്ഥ നിങ്ങൾ ലോകത്ത് കണ്ടിട്ടുണ്ടോ? ലോകത്ത് കണ്ടിട്ടുണ്ടോ? എന്റെ ക്ലിപ്പ് ഞാൻ വിശദീകരിച്ചു തരാം. ഖുർആനിലായത്തുണ്ടോ? ഹദീസുണ്ടോ? പറയ്, ഞങ്ങളോട് തിരിച്ചു ചോദിക്ക്. നിങ്ങൾ ഖുർആനിലായത്തുണ്ടോ ശിർക്കാന്ന് പറയാൻ? ഭൗതികമായ കാര്യം ജിന്നിനോട് ചോദിച്ചാൽ അത് ശിർക്കാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് ഖുർആനിലായത്തുണ്ടോ? ഹദീസുണ്ടോ? ഞങ്ങൾ ഓതിത്തരും, ഹദീസ് പറഞ്ഞുതരും, ഖുർആനിലായത്ത് ഓതിത്തരും. സക്കരിയ മൗലവി തിരിച്ചു ചോദിക്കുന്നു, ഈ ഭൗതികമായ കാര്യം അത് ജിന്നോട് ചോദിച്ചാൽ ശിർക്കല്ല എന്ന് പറയാൻ ഖുർആനിലായത്തുണ്ടോ? ഹദീസുണ്ടോ? അതല്ല മുജാഹിദുകൾക്ക് വേണ്ടത്, അല്ലേ? പിന്നെ അടുത്ത സംഗതി എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞതെന്താണ്? എന്റെ ചില വാചകങ്ങളും എന്റെ കഴിഞ്ഞ കാല ചില പ്രസംഗങ്ങളും ബോധപൂർവം ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. ഞാൻ ചോദിക്കുമ്പോൾ, ഒന്ന്, ഞാൻ പറഞ്ഞത് മടവൂരികൾക്കെതിരെ, കുബൂരികൾക്കെതിരെ അല്ലേ? ഇതുവരെ ഇവർ ഈ രംഗത്ത് വരുന്നത് വരെ ഏതെങ്കിലും ഒരു കുബൂരി, ഏതെങ്കിലും ഒരു മടവൂരി എന്റെ ഈ വാദം അല്ലെങ്കിൽ എന്റെ ഒരു വാദമായി ഈ ക്ലിപ്പുകൾ ഇട്ടതായി നിങ്ങൾക്ക് കാണിക്കാമോ? ജിന്നൂരി എന്ന് പേരിൽ അറിയപ്പെട്ട രംഗത്ത് വേറെ മുജാഹിദ് എന്ന് പറയാൻ പറ്റില്ല, പിന്നെ ഒരു പേര് പറയണമെന്നുള്ളതാണ് പറയുന്നത്. ഇവർ വന്നതിന് ശേഷം ഇവരിറക്കിയ സീഡിയിലല്ലാതെ ഒരു മടവൂരി ഇവരിടുന്ന ക്ലിപ്പിട്ട്, അതല്ലെങ്കിൽ ഒരു കുബൂരി ഇവരിടുന്ന ക്ലിപ്പിട്ടിട്ട് അനസ് മൗലവി മുജാഹിദ് പറഞ്ഞതിനെതിരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ഇതുവരെ വാദിച്ചിട്ടുണ്ടോ? ഇവർ വരുന്നത് വരെ ചലഞ്ച് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, ഈ തീയതി വരെ, ഇന്നത്തെ ദിവസം എന്ന് നടക്കുമെന്ന് എനിക്കറിയില്ല, കഴിഞ്ഞ ദിവസം വരെ ഏതെങ്കിലും മടവൂരി ക്ലിപ്പിട്ടോ ഒരു കുബൂരി ക്ലിപ്പിട്ടോ? ക്ലിപ്പിട്ടിട്ടില്ല. പിന്നെ എന്റെ പരാമർശങ്ങൾ ജബ്ബാർ മൗലവി എന്ന വാക്കും ഇസ്ലാഹ് എന്ന വാക്കും ശിർക്കില്ല എന്ന് പറഞ്ഞ് അതിലെഴുതിയ വാക്കുകൾ ഞാൻ ഉദ്ധരിക്കുന്നതും ഇതുപോലുള്ള പ്രയോഗങ്ങൾ എടുത്ത് ഇതിനെതിരാണ് ഈ രൂപത്തിലാണ് അനസ് മൗലവിയും സംസാരിച്ചിരുന്നത് എന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടന്നപ്പോ ഞാൻ ആ വാതിൽ, ആ പഴുതം അടച്ചു. ഇനി എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ വന്നു എന്ന് സങ്കല്പിച്ചോളൂ. അതല്ല ഞാൻ പറഞ്ഞത്. എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ വന്നു എന്ന് സങ്കല്പിച്ചോളൂ. എന്നോട് ജമിയത്തുലമ പറഞ്ഞത് തെറ്റാ മോനെ എന്ന് പറഞ്ഞാൽ ഞാൻ ജമിയത്തുലമയേക്കാളും വലിയ ആളാണെന്ന് ഞാൻ പറയൂല. മാത്രമല്ല, സലഫി പണ്ഡിതന്മാർ ഇതാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് എനിക്ക് ജമിയത്തുലമ ബോധ്യപ്പെടുത്തി തന്നാൽ ഞാനത് മനസ്സിലാക്കി ഞാൻ തിരുത്താൻ തയ്യാറാകും. അത് തിരുത്തിക്കൂടാ എന്ന് പറയാൻ ഇവരാരാ? അങ്ങനെ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ പല ഉത്സവം എന്ന് പറയുന്നത് പോലെ ഇനി അങ്ങനെ നിങ്ങൾ തപ്പി കുറെ ക്ലിപ്പായിട്ട് വന്നു വിചാരിക്കുക. ഞാൻ മടങ്ങി. എങ്ങോട്ടാ മടങ്ങിയത്? ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ വാക്കിലേക്കല്ല, നേരെ മറിച്ച് കിതാബില്ല. ഞാൻ മടങ്ങിയത് അല്ലാഹുവിന്റെ കിതാബിലാണ്, വസുന്നത്തി റസൂലിലാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിലേക്കാണ്. അതിലേക്ക് അവകാശമില്ലെന്ന് പറയാൻ ആർക്കവകാശം? എനിക്ക് അല്ലാഹുവിന്റെ കിതാബിലേക്കും സുന്നത്തിലേക്കും മടങ്ങാൻ അവകാശമില്ലെന്ന് പറയാൻ ആർക്കവകാശം? അപ്പോ എനിക്ക് തൗബ ചെയ്തുകൂടാ. ഇനി വേറൊരു തട്ടിപ്പൂടി ഇതിട്ടിട്ട് അതൊക്കെ പോലെ പിന്നെ നാറിവനെ പേറി എന്ന് പറഞ്ഞു. അതല്ലേ ഇന്ന് മുജാഹിദ് മുഴുവനും അനുഭവിക്കണെന്താ?
ഞാൻ മാത്രമാണോ അനുഭവിക്കുന്നത്? ഇത്തരം നാറിയ ആശയം, ദുർഗന്ധമൊഴിക്കുന്ന ആശയം ഉള്ള ആളുകൾ ഈ പ്രസ്ഥാനത്തിനകത്ത് വരികയും അവരെ ഈ പ്രസ്ഥാനം താങ്ങി നടക്കുകയും ചെയ്തതിന്റെ പേരിലാണ് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും മുജാഹിദ് പ്രവർത്തകർ നാറിക്കൊണ്ടിരിക്കുന്നത്. സംശയമുണ്ടോ അതില്? സംശയമുണ്ടോ? ഈ നാറ്റം മാറ്റാൻ വേണ്ടി 23ഓളം നടപടികൾ എടുത്തതാ പറഞ്ഞത്, വിശദീകരിച്ചത്. ഇതൊന്ന് കഴുകി നോക്കി, ഇതും നന്നാകുന്നില്ല. കാരണം ഇത് അസ്ലിയായി തന്നെ എന്താണ്? നജസാണ്. ഞാനതിന് കൂടുതൽ പറയുന്നില്ല. അത് കഴുകിയ വൃത്തിയാവൂല എന്ന് പറയും. ഞാനത് എന്താന്ന് പറയണില്ല. അപ്പൊ ഏതായിരുന്നാലും ഇത് അസ്ലിയാണ്. അപ്പൊ അത് ശ്രമിച്ചിട്ടുണ്ട്, അതാണ് നടത്തിയത്. അപ്പൊ ഇത് ശ്രമിക്കുമ്പോ എന്തെടുത്ത് ഒരു മനുഷ്യനെയും നമ്മളെ സംബന്ധിച്ചിടത്ത് അങ്ങനെ ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി മാന്യ സഹോദരങ്ങൾ, ഇദ്ദേഹം ഉദ്ദേശിച്ച ഭാഗം സക്കരിയ മൗലവി ഇപ്പൊ എല്ലായിടത്തും വരുന്നുണ്ട്. എന്റെ തൗബയാണൊരു വിഷയം, മൂപ്പറൊരു വിഷയം. അത് പറ്റൂല, എനിക്ക് തൗബ ചെയ്യാൻ പറ്റൂല. മൂപ്പര് ഇട്ട് ഒന്ന് കണ്ടോളൂ, മൂപ്പര് തന്നെ ഇദ്ദേഹത്തിന് ഇട്ടത് ഒന്ന് കണ്ടോളൂ എന്ന് പറയട്ടെ. അതിൽ തൗബ ഒന്ന് തെറ്റ് പറ്റിപ്പോയി തന്നെ. എന്ത് തെറ്റ്? ഇതുവരെ ശിർക്കാണ് എന്ന് ശിർക്കല്ല എന്ന് പറഞ്ഞ കാര്യം ഇപ്പൊ ശിർക്കാണ് എന്ന് മൂപ്പർക്ക് ബോധ്യപ്പെട്ടു. എന്നിട്ട് മൂപ്പര് കരയാണ്. അതുകൊണ്ട് പൊരിച്ചോന്ന് കണ്ടോളി. ഞങ്ങൾ പ്രതികളായിക്കോളാം, ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ ഞങ്ങൾ കാരണം എന്റെ ഒരു വാക്കുകൊണ്ട്, ഹനീഫായിക്കൂടെ ഒരു വാക്കുകൊണ്ട്, അബ്ദുറഹ്മാൻ സലഫിയുടെ ഒരു വാക്കുകൊണ്ട് ഒരു മനുഷ്യൻ വഴികളിലാകരുത് എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാലോകത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകളോടും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. പക്ഷേ ഞങ്ങളൊരു കാര്യം പറയാം, തുറന്നു പറയാം, മനസ്സറിഞ്ഞുകൊണ്ട് പറയാം. ആ വിശ്വാസം ഞങ്ങളുടെ മനസ്സിലില്ല, ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല. ആ വിശ്വാസം ഞങ്ങൾ കേട്ടോ. ഇതാണ് മൂപ്പര് പരിഹസിക്കുന്നത്. ഇതല്ലാതെ ഞാൻ എന്താ പറയാ? എന്റെ പ്രസംഗത്തിൽ വന്ന എല്ലാ തെറ്റുകളും നിങ്ങൾ സ്വീകരിച്ചോളൂ, ഞാൻ തിരുത്തൂല, ഞാൻ മാപ്പ് ചോദിക്കൂല എന്ന് പറഞ്ഞെങ്കിലല്ലേ എന്നെ വിമർശിക്കത്തുള്ളൂ. എന്ത് കഷ്ട! ഞാൻ ഇപ്പോഴും പറയുന്നു, എന്റെ ഇന്നലകളിലെ പ്രസംഗങ്ങളിലോ, ഇന്ന് ഞാൻ പ്രസംഗിച്ച പ്രസംഗത്തിലോ, ഇനി ഞാൻ മരിക്കുന്നവരെ നടത്താനുള്ള പ്രസംഗത്തിലോ, എഴുത്തിലോ എന്തെങ്കിലും അബദ്ധം വന്നിട്ടുണ്ട് എങ്കിൽ ഞാനിതാ മാപ്പ് ചോദിക്കുന്നു. അതിനെനിക്ക് അവകാശമില്ലേ? അപ്പൊ ഒന്നുമില്ല. അവസാനം എന്താണ്? എന്തെങ്കിലും ഒന്ന് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. അനസ്മോരുടെ ക്ലിപ്പല്ല മുജാഹിദിലേക്ക് വേണ്ടത്, അബ്ദുറഹ്മാൻ സലഫിയുടെ ക്ലിപ്പല്ല മുജാഹിദികൾക്ക് വേണ്ടത് ഈ വാദത്തിന്. അത് ഇരിക്കുന്ന ഏതെങ്കിലും പണ്ഡിതന്മാരുടെ ക്ലിപ്പല്ല ഈ വാദത്തിന് തെളിവേണ്ടത്. ഒന്നോ ഖുർആനിൽ ആയത്ത്, ഒന്നോ സഹിഹായ ഒരു ഹദീസ് കൊണ്ടുവാ. അതാണ് പണ്ഡിത ധർമ്മം, അതാണ് ഒരു ആലിമിന്റെ അടയാളം. തെളിവ് കൊണ്ടുവാ. ഹാത്തിബുർഹാനക്കും തെളിവ് കൊണ്ടുവാ. അല്ല ക്ലിപ്പും കൊണ്ട് നടന്നുകൊണ്ട് ക്ലിപ്പും ഉണ്ട് ഉണ്ടെങ്കിൽ ഇതുകൊണ്ട് നടന്നോളി. ഇത് വളരെ ദുർബലമായൊരു വാദം മാത്രമാണ്. ഞാൻ സമയം കുറഞ്ഞുകൊണ്ട് ഞാൻ വിശദമായിട്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഒരുപാട് സംഗതികൾ കാണിക്കേണ്ടായിരുന്നു. സീരിയൽ ഇനിയും കാണുക, പരിപാടികൾ നടക്കുന്നുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പരിപാടികളെ കണ്ട് സീരിയൽ ഇറങ്ങുന്നുണ്ട്. നിങ്ങൾ കാണുക എന്ന് ചുരുക്കി സൂചിപ്പിക്കാനുള്ളൂ. സുഹൃത്തുക്കളെ, സമയം അധികൃതർ അനുവദിച്ച സമയത്തിലും അരമണിക്കൂർ